ഉയർച്ചകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. ഈ ഓണം നമ്മുടെ പുതിയ ഓഫീസിൽ ആഘോഷിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുതിയിരുന്നത്. പക്ഷേ നമുക്ക് ചില സാങ്കേതികപരമായ കാരണങ്ങൾ അതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നീണ്ടുപോവുകയും തന്മൂലം നമുക്ക് കുറച്ച് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ഒരു ക്രിസ്മസ് നമുക്കവിടെ എന്തായാലും ആഘോഷിക്കാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ആഴ്ച കോൺഫിഡൻറ്റ് സെനിത്ത് എന്നുള്ള പ്രോജക്റ്റ് ട്രിവാൻഡ്രത്ത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. അതോ കോൺഫിഡൻറ്റിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മളൊക്കെ ഉണ്ടാകുന്നത് എന്ത് ഈ ആവശ്യക്കാർ പാവപ്പെട്ടവരെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും ഒരു നല്ലൊരു സഹായം, നമ്മളെ കൊണ്ടാകുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യമായിട്ട് ഞാൻ കാണുന്നതും അത് തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു സത്യം, നമ്മൾക്ക് CSR ഫണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ പോക്കറ്റിൽ നിന്നാണ്, ഞങ്ങൾക്ക് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം. അപ്പോൾ അത് ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഇതൊന്നും നമ്മൾക്ക് നേരിട്ട് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വളരെ ബഹുമാന്യരായ ആൾക്കാർ, അവരുടെ ബഹുമാന്യത ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ആ ഒരു സഹിഷ്ണുത, നിങ്ങളുടെ നല്ല സമയങ്ങളും നിങ്ങളുടെ നല്ല എന്താ പറയുക എല്ലാവിധ ആരോഗ്യമൊക്കെ ഇതിനു വേണ്ടി സമർപ്പിച്ച് അത് നേരായ വഴിയിലൂടെ കൊണ്ടുപോയി പബ്ലിക്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഉള്ള ഒരു എന്താ പറയുക ഒരു കർത്തവ്യമാണ് നിങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നമ്മൾക്ക് പൈസ കൊടുക്കാൻ പറ്റും, പക്ഷെ അത് കറക്റ്റായ ആൾക്കാർക്ക് ചെല്ലുന്നുണ്ടോ, കറക്റ്റായ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ജാതിഭേദമന്യേ അതുപോലെ തന്നെ സാമ്പത്തികമോ അതൊന്നും നോക്കാതെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ, എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മളുടെ ഇതിനു വേണ്ടി പലയിടത്തു നിന്നായി വന്നിരിക്കുന്ന നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, അവരെല്ലാം ഞാൻ എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് നേർച്ചയിടിരിക്കാനായിട്ട് അപ്പന്മാര് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തന്നിട്ട് പറയുന്നത് നേർച്ചയിടുന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായിട്ട് കണ്ടുമുട്ടുകയും ആ എൻകൗണ്ടറിൽ നിന്നുമാണ് ഈ എല്ലാ അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയായിട്ടുള്ളൊരു സമർപ്പിതയായിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകാൻ പോകുന്നത്. ഇത്രയും കാലത്ത് എൻ്റെ മിഷണറി ലൈഫിൽ ഒരു സമർപ്പിതയുടെ ജീവിതം അർത്ഥവത്താക്കാനായിട്ട് എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് അതിലൊരു മെറ്റീരിയലിൽ എല്ലാത്തിലും ഉപരി എനിക്കൊരു ആത്മീയ ഗുരുവായിട്ടാണ് ശ്രീ ജോസഫ് സാർ. ഞാൻ ഇപ്പം അദ്ദേഹത്തിനോട് ഇരുത്തിയും കൊണ്ട് പുകഴ്ത്തുന്നതൊന്നുമല്ല, പക്ഷെ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും ഓർക്കും, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ഈ വേഷം ഇട്ടത് കൊണ്ട് കുറേ വർഷങ്ങൾ നമ്മൾ ആത്മീയ വേഷം ധരിച്ച് ആത്മീയ ഇത് നടത്തിയത് കൊണ്ടായിരിക്കും ആത്മീയ വളർച്ച. ഇല്ല, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എല്ലാം ആകാൻ അതിലെല്ലാത്തിലും ഉപരി വലിയൊരു ആത്മീയ ശക്തി സ്രോതസ്സാണ് നമ്മുടെ ശ്രീ ജോസഫ് സാറും. ദൈവത്തിന്റെ കാണപ്പെടുന്ന പ്രതീകങ്ങളായിട്ട് മനുഷ്യനെ മാറാൻ സാധിക്കും. കാരണം ദൈവം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ആ തിരിച്ചറിവോടുകൂടി അത് വിരുവലം ചെയ്യുവാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് വേണ്ട രീതിയിൽ പക്വതയോടുകൂടി വിരുവലം ചെയ്യണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. ആ മനസ്സിന് ട്രാൻസ്പെറൻസി, ഡിസൈർ ടു ഡു സംതിങ്. അല്ലാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി. കാരണം ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് ഇന്ന് വംശനാശം
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാനോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇന്നിപ്പോൾ ഓണം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആ പൂക്കളത്തിൽ വ്യത്യസ്തങ്ങളായ പൂക്കളും മനോഹരമായി അറേഞ്ച് ചെയ്യുമ്പോൾ, അതും റൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആ സെറ്റിങ്ങിലുള്ള മനോഹാരിതയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് പൂക്കൾ ഓരോ പൂവിനും അതിൻ്റെതായ തനിമയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസ് ഉണ്ട്. അത് ആ പ്ലേസ്മെൻറ്റ് ആർട്ടിസ്റ്റിക് വേ അത് പ്ലേസ് ചെയ്യുമ്പോഴാണ് മനോഹരമായിട്ടുള്ളൊരു പൂക്കളമായിട്ട് മാറുന്നത്. അതുപോലെ ഈ ഓണം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ മനസ്സിൽ നമ്മൾ അല്പം കൂടി സ്പേസ് ഉണ്ടാക്കും. അപരന് വേണ്ടിയിട്ട്, ഇതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ നല്ല കാര്യങ്ങൾ, ശാന്തി സമാധാനവും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ പ്രതികൂല സാഹചര്യങ്ങളിൽപ്പെട്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ട അനേകം പേര് നമ്മുടെ കൂടെയുണ്ട്. അവരെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? വി ആർ ദ സ്റ്റൂവേർഡ്സ്. ദൈവം നമ്മളെ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കൂടി ഉള്ളത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പണം കൊണ്ട് മാത്രമല്ല, പക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഏതെങ്കിലും റിസോഴ്സ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യം നടക്കും. ഇടപെടൽ ഞാൻ അത്രയും ചെയ്തിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു വലിയ കാര്യം ചെയ്തല്ല, പക്ഷെ ഞാൻ എൻ്റെ ഇതിലെ ബൈബിളിൽ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ ഒരു ഗുണം, ഇടപെടൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ടപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചത്. വീണ്ടും ഞാൻ ഓണാണ് എങ്കിലും ഞാൻ പറയണം, മാതാവ് ചെയ്തത്, മാതാവ് ഇടപെട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ആ കാനായിലെ ആദ്യത്തെ അത്ഭുതം സംഭവിച്ചത്. അവിടെ മാതാവ് ഇടപെട്ടു. ഇടപെടലിലൂടെയാണ് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ദൈവത്തിനെ കൊണ്ട് ഏതൊരു ഓണപരിപാടിക്കും ഇത്രയധികം കാരുണ്യ പ്രവർത്തകരെ ഒരു ഹാളിൽ ഒരുമിച്ച് കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും, അല്ലേ? അത് നമ്മൾക്കറിയാം, ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ഓണാഘോഷം. I would like to express our deep appreciation to all volunteers, YMCA officials, Surya Catters who have worked behind the scene to ensure everything runs smoothly, especially our Onam Satya. അപ്പോൾ